നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്. സാധാരണ നമ്മളൊക്കെ പെട്ടെന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്തുള്ള സെറ്റിങ്സുകളൊക്കെ നമ്മൾ എനേബിൾ ചെയ്യും. ആരെങ്കിലും പറഞ്ഞു തന്ന സെറ്റിങ്സൊക്കെ നമ്മൾ എനേബിൾ ചെയ്യും. എന്നാൽ ആരും കാണാത്ത, എന്നാൽ വലിയ ധാരണയില്ലാത്തൊരു സെറ്റിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര ആപ്പുകൾ നമ്മൾ കയറി, നമ്മുടെ ഏതൊക്കെ ഫോൺ നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡുകൾ എവിടെയൊക്കെ സേവ് ചെയ്തു, ഏതൊക്കെ പാസ്വേഡുകളാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാലത്തോളമുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുള്ളൊരു ചെറിയൊരു സൗകര്യം നമ്മുടെ ഫോണിലുണ്ട്. ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ക്രോമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് എൻ്റെ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കാണും. നമ്മൾ ആ ജിമെയിൽ അക്കൗണ്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ആ ജിമെയിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഏതൊക്കെ നമ്മുടെ ഗൂഗിൾ എനേബിൾ ചെയ്ത് വെച്ചെന്നുള്ള ഡീറ്റെയിൽസുകൾ വരും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണുന്നെങ്കിൽ ക്രോം ഡാറ്റ ഇൻ യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ, ഈ റിവ്യൂ യുവർ അക്കൗണ്ട് ഡാറ്റ എന്നുള്ള ഈ സെറ്റിങ്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക. നിങ്ങൾ ഏതൊക്കെ ആപ്പുകൾ, നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ ബുക്ക് മാർക്കിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ റീഡ് ലിസ്റ്റിൽ എത്ര ആപ്പുകളുണ്ടെന്നും, ഓപ്പൺ ടാബ് നിങ്ങൾ എത്ര ടാബ് ഇതുവരെ ഓപ്പൺ ചെയ്തു എന്നുള്ളതും, നിങ്ങൾ എത്ര ടാബ് ഓപ്പൺ ചെയ്തു, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് എത്ര സ്ഥലത്ത് നിങ്ങൾ ആഡ് ചെയ്തു. ഇപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ അഡ്രസ്സ് ഞാൻ 10 സ്ഥലത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് 5 എണ്ണം സേവ് ആയിട്ടുണ്ട്. സെറ്റിങ്സിൽ 55 സെറ്റിങ്സ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എത്ര തവണ ഗൂഗിൾ ക്രോമിൽ ടാബുകൾ എനേബിളായി കിടക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഓപ്പൺ ടാബ് 26 ആണ്, 26 ടാബ് എൻ്റെ ഫോണിൽ എനേബിളായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇതിനകത്ത് കാണാൻ സാധിക്കും. ആവശ്യമില്ലെങ്കിൽ താഴെ ഡിലീറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. ആരും കാണാത്ത, ആരും ശ്രദ്ധിക്കാത്തൊരു സെറ്റിങ്സാണ്. നമ്മുടെ ഫോണിൽ ഏതൊക്കെ എനേബിളായി കിടക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. ഈ സെറ്റിങ്സ് നമ്മൾ അറിയണം. നിങ്ങൾ ഫോണിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കണം. നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.